ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ മതവിരുദ്ധരായ ഗറില്ലകൾ കൊലപ്പെടുത്തിയ 4 കത്തോലിക്ക വൈദികർ ഓഗസ്റ്റ് 18-ന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഫാദർ ലൂയിജി കരാര, ഫാദർ ജിയോവാനി ഡിനോണി, ഫാദർ വിറ്റോറിയോ ഫാഷിൻ എന്നീ സേവിയറൻ മിഷണറിമാരും ആൽബർട്ട് ജൂബർട്ട് എന്ന പ്രാദേശിക വൈദികനും ഇതിൽ ഉൾപ്പെടുന്നു. 3 സേവിയറൻ മിഷണറി വൈദികരും ഇറ്റാലിയൻ സ്വദേശികളാണ്. ഉവിര രൂപതയിൽ വെച്ചായിരിക്കും വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുക. ഫ്രാൻസിസ് പാപ്പായെ പ്രതിനിധീകരിച്ച് കർദിനാൾ ഫ്രിഡോളിൻ അബോങ്കോ പങ്കെടുക്കുന്ന ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുക്കും. 1964 നവംബർ 28 കിലു വിപ്ലവത്തിനിടയിലാണ് ഈ വൈദികർ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. ബറഗ പള്ളിയിൽ സൈനിക ജീപ്പ് എത്തിയതിന് പിന്നാലെയാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത്. ഫാസിനെ നിർദ്ധയമായി വെടിവെച്ച അക്രമികൾ സ്ഥലത്ത് തുടരുകയായിരുന്നു. കുമ്പസരിപ്പിച്ചുകൊണ്ടിരുന്ന ഫാദർ കരാര പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വെടിയേറ്റ് കിടക്കുന്ന സഹോദരനെ അക്രമികൾക്ക് മുന്നിൽ കാണുകയായിരുന്നു. വൈകാതെ അദ്ദേഹത്തിനും വെടിയേൽക്കുകയായിരുന്നു. വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന വാർത്ത രാജ്യത്ത് മുഴുവൻ വലിയ സന്തോഷമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ബുക്കാവു പ്രവിശ്യയിലെ മെത്രാൻ സമിതി പറഞ്ഞു. പ്രഖ്യാപനത്തെ ദൈവജനത്തിന്റെ ഊർജ്ജസ്വലതയായും വൈദികരുടെയും സന്യസ്തരുടെയും ധീരതയായുമാണ് കാണുന്നതെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. പ്രാദേശിക സഭകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആനന്ദത്തിന്റെ സമ്മാനത്തിന് ദൈവത്തിന് നന്ദി പറയുന്നുവെന്നും ബിഷപ്പുമാർ പ്രസ്താവിച്ചു.